താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ഇഡിയോ മാധ്യമങ്ങളോ ഇടപെട്ടാൽ ഞങ്ങൾ രക്ഷപ്പെടും. ഒരു നിക്ഷേപകനും ഒറ്റ പൈസ കൊടുക്കണ്ട എന്ന് അർബൻ ബാങ്ക് ഡയറക്ടർ. പത്രങ്ങളിലും ചാനലിലൊന്നും കൊടുക്കാതിരിക്കുന്നത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തന്നെ പറഞ്ഞു ഞങ്ങൾ രക്ഷപ്പെടും. അത് കൊടുത്തു വന്നു കഴിഞ്ഞാൽ നമ്മളെ രക്ഷപ്പെടും. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉത്തരം പറയുന്ന ഉദ്യോഗസ്ഥന്മാരോ നമ്മളല്ലല്ലോ. മാധ്യമങ്ങളെയോ ഇഡിയെയോ അറിയിച്ചാൽ ഞങ്ങൾ രക്ഷപ്പെടും പറയുന്നത് അങ്കമാലി അർബൻ ബാങ്ക് ഡയറക്ടറാണ്. 50 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതിന്റെ പേരിൽ നൂറുകണക്കിന് നിക്ഷേപകർ ബാങ്കിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയപ്പോഴാണ് ഡയറക്ടറുടെ ഈ പ്രസ്താവന. പിന്നീട് എന്ത് സംഭവം എന്ന് വെച്ചാൽ ഇത് പലരും അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം വയ്ക്കാം അല്ലെങ്കിൽ എന്തൊന്ന് ഇഡിയോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒറ്റ പൈസ ആരുടെ അടുത്തെങ്കിലും കിട്ടൂല. അപ്പൊ ആരും ഒഴിഞ്ഞ് എല്ലാവരും മിണ്ടാണ്ട് കാര്യം പറഞ്ഞു കഴിയുമ്പോഴേ പത്രങ്ങളിലും ചാനലിലൊന്നും കൊടുക്കാതിരിക്കുന്നത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തന്നെ പറഞ്ഞു ഞങ്ങൾ രക്ഷപ്പെടും. അത് കൊടുത്തു വന്നു കഴിഞ്ഞാൽ നമ്മളെ രക്ഷപ്പെടും. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉത്തരം പറയുന്ന ഉദ്യോഗസ്ഥന്മാരോ നമ്മളല്ലല്ലോ. ഇഡി അന്വേഷണം ഉണ്ടാവുകയോ മാധ്യമങ്ങൾ വാർത്ത ഏറ്റെടുക്കുകയോ ചെയ്താൽ നിക്ഷേപകർക്ക് 1 രൂപ പോലും തിരിച്ചു കൊടുക്കാതെ അർബൻ ബാങ്ക് രക്ഷപ്പെടുമെന്നാണ് ഇയാൾ പറയുന്നത്. ദീർഘകാലമായി ബാങ്കിൽ നടന്നു വന്നിരുന്ന സാമ്പത്തിക തട്ടിപ്പുകൾ സംഘം പ്രസിഡന്റിന്റെ പെട്ടെന്നുണ്ടായ മരണത്തെ തുടർന്നാണ് പുറം ലോകം അറിഞ്ഞു തുടങ്ങിയത്. തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ നൂറുകണക്കിന് നിക്ഷേപകർ പണം തിരികെ ആവശ്യപ്പെടാൻ തുടങ്ങിയതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്ക് മനസ്സിലായി. ഒരിക്കൽ പോലും അർബൻ ബാങ്കിൽ വരികയോ നിക്ഷേപിക്കുകയോ ലോൺ എടുക്കുകയോ ഒന്നും ചെയ്യാത്തവർക്ക് പോലും ലക്ഷങ്ങൾ വായ്പയെടുത്തത് തിരിച്ചടയ്ക്കാൻ കാണിച്ച് നോട്ടീസ് ലഭിച്ചപ്പോഴാണ് ബാങ്കിന്റെ ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെ നടത്തിയ ബിനാമി ഇടപാടുകൾ അറിയാൻ തുടങ്ങിയത്. വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് 1ഉം 2ഉം ലക്ഷമൊക്കെ നിക്ഷേപിച്ചവരെക്കുറിച്ച് ഈ ഡയറക്ടർക്ക് പക്ഷേ വലിയ പുച്ഛമാണ്. വലിയ കോടികളൊക്കെ നിക്ഷേപിച്ചവർക്ക് പ്രശ്നമില്ല. 1 ലക്ഷവും 2 ലക്ഷവും ഒക്കെ നിക്ഷേപിച്ചവരാണ് പണം തിരികെ ചോദിച്ച് പ്രശ്നമുണ്ടാക്കുന്നതെന്നും ഇയാൾ പറയുന്നുണ്ട്. ഈ വലിയ എമൗണ്ട് കിട്ടാൻ ആരും ഒറ്റപ്പാടില്ല. 5 ലക്ഷം 1 കോടി 5 കോടി കിട്ടാൻ കുഴപ്പമില്ല. ഈ 1 ലക്ഷം 2 ലക്ഷം കിട്ടാൻ ആളുകൾ ഒന്ന് പേടിച്ചു ഉണ്ടായ ചെറിയ സ്കേഴ്സിറ്റി ആണുള്ളത്. ഈ ബാങ്കിന്റെ ബോർഡ് അംഗങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ വായ്പയാണ് ഈടൊന്നും വെക്കാതെ തന്നെ ഇവിടെ നിന്നും എടുത്തിട്ടുള്ളത്. ഓരോ ഓഡിറ്റ് സമയത്തും എങ്ങനെയെങ്കിലും തുക ബാങ്കിൽ നിക്ഷേപിക്കുകയും ഏറെ വൈകാതെ അത് തിരിച്ച് വീണ്ടും എടുക്കുകയും ചെയ്യുന്ന പതിവ് ഇത്തവണ പക്ഷേ ഒന്ന് പാളിപ്പോയി. അതാണ് എല്ലാറ്റിന്റെയും തുടക്കം. 100 കോടിയിൽ പരം നിക്ഷേപമുള്ള സംഘത്തിൽ അത്രത്തോളം തന്നെ വായ്പയായും നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. ഈ വായ്പ ലഭിച്ചിരിക്കുന്നത് ഭരണസമിതിക്കുള്ളിൽ തന്നെയാണെന്നും ആരോപണമുണ്ട്. ഇപ്പോഴത്തെ നിക്ഷേപകരുടെ പ്രതിഷേധവും ധർണയുമെല്ലാം കണ്ട് ചോര കുടിക്കുന്ന കുറുക്കനെ പോലെ ഊറിച്ചിരിച്ചുകൊണ്ട് അർബൻ ബാങ്കിന്റെ ഡയറക്ടർ പറയുന്നത് ഒന്ന് കേട്ടുനോക്കാം. പലരും അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം വയ്ക്കാം അല്ലെങ്കിൽ എന്തൊന്ന് ഇഡിയോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒറ്റ പൈസ ആരുടെ അടുത്തെങ്കിലും കിട്ടൂല. അപ്പൊ ആരും ഒഴിഞ്ഞ് എല്ലാവരും മിണ്ടാണ്ട് കാര്യം പറഞ്ഞു കഴിയുമ്പോഴേ പത്രങ്ങളിലും ചാനലിലൊന്നും കൊടുക്കാതിരിക്കുന്നത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തന്നെ പറഞ്ഞു ഞങ്ങൾ രക്ഷപ്പെടും. അത് കൊടുത്തു വന്നു കഴിഞ്ഞാൽ നമ്മളെ രക്ഷപ്പെടും. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉത്തരം പറയുന്ന ഉദ്യോഗസ്ഥന്മാരോ നമ്മളല്ലല്ലോ. ഇഡിയോ മാധ്യമങ്ങളോ ഒക്കെ കൂടി ഒന്ന് ഇടപെട്ട് അർബൻ ബാങ്കിന്റെ തകർച്ച അന്വേഷണം ഏറ്റെടുത്താൽ അവർ രക്ഷപ്പെട്ടു എന്ന്, 5 പൈസ നിക്ഷേപകർക്ക് തിരികെ കൊടുക്കണ്ടല്ലോ എന്ന്. എങ്ങനെയുണ്ട്? നല്ല കാഞ്ഞ ബുദ്ധി അല്ലേ?